സംഭവവുമായിട്ട് ബന്ധപ്പെട്ട് അടൂർ പ്രകാശും ഞാൻ പറയട്ടെ, ഫോട്ടോ മുഖ്യമന്ത്രിയുടെ കൂടെ ഫോട്ടോ ഇല്ലേ? മുഖ്യമന്ത്രിയുടെ കൂടെ ഫോട്ടോ ഇല്ലേ? സ്വർണ്ണക്കൊള്ളയുമായിട്ട് ബന്ധപ്പെട്ട് CPM-നെതിരെ ഒരു ഞാൻ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ നിയോജകമണ്ഡലത്തിൽപ്പെട്ട ഒരാളല്ല, അന്ന് കള്ളനല്ലല്ലോ ഇയാള്. അത് എനിക്കറിയില്ല, അത് അദ്ദേഹത്തോട് നിങ്ങൾ ചോദിച്ചാൽ അദ്ദേഹം അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരും. അത് ഡീറ്റെയിൽസ് പരിചയം ഉണ്ടാവുമെന്നേ, കോൺഫിഡൻസിലുള്ള ഒരാളാണെങ്കിൽ പരിചയം ഉണ്ടാവും. പക്ഷെ ഈ സ്വർണ്ണക്കൊള്ളയായിട്ട് എന്താ അടൂർ പ്രകാശന്? ഇത് ഗവൺമെന്റ് ഭരിക്കുമ്പോൾ LDF-ന്റെ ദേവസ്വം ബോർഡ് ഉള്ളപ്പോൾ LDF ഗവൺമെന്റ് ഉള്ളപ്പോൾ ശബരിമലയിൽ നടന്ന സ്വർണ്ണക്കൊള്ളയല്ലേ? അതിനെന്താ ബാക്കിയുള്ളവരെ കണക്ട് ചെയ്യുന്നത്? അവർക്ക് എന്താ ബന്ധമുള്ളത്? അല്ല, കടകംപള്ളി അന്ന് ദേവസ്വം മന്ത്രിയാണ്. ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണ്. ഇത്രയും പ്രധാനപ്പെട്ട ഒരു സംഭവം അവിടെ നടക്കുമ്പോൾ മന്ത്രി അറിഞ്ഞില്ല എന്ന് പറയാൻ പറ്റില്ല. മന്ത്രി അറിയണം എന്താണ് അവിടെ നടക്കുന്നതെന്ന്. മന്ത്രി അതൊന്നും എനിക്കറിയത്തില്ല. അതൊന്നും കാര്യം സോണിയാഗാന്ധിയെ കാണാൻ പോയിരുന്നു. എന്തിനാ വിശദീകരിക്കണത്? ഞാൻ ചോദിക്കട്ടെ, അത് വളരെ കൃത്യമായിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞാണ്. ഒരാള് ഇപ്പോൾ നാളെ സ്വർണ്ണക്കള്ളക്കടത്തിൽ അറസ്റ്റ് ചെയ്യുന്നു, എവിടെയെങ്കിലും വെച്ച്, ഇന്ത്യയിൽ എവിടെയെങ്കിലും വെച്ച്. അയാളുടെ കൂടെ ജീവിതകാലത്ത് ഫോട്ടോ എടുത്തിരിക്കുന്ന ആളുകൾ മുഴുവൻ അതിൻ്റെ അകത്ത് എങ്ങനെ പ്രതിയാണ്? അയാൾ കള്ളനാണ്. ഞാൻ റിയാസിൻ്റെ ഒരു വിഷയം വന്നു, മുഹമ്മദ് റിയാസിൻ്റെ, PWD മന്ത്രി. അവിടെ ഒരു വ്ളോഗർ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവന്നു, വലിയ പ്രചരണം ടൂറിസത്തിന് വേണ്ടി നടത്തി. അവർ പിന്നീട് സ്പൈ ആണെന്ന് തെളിഞ്ഞു. അപ്പോൾ എല്ലാവരും മുഹമ്മദ് റിയാസിനെ ആക്രമിച്ചു. അപ്പോൾ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ്, മുഹമ്മദ് റിയാസ് അതിൽ ഉത്തരവാദിയല്ല. സ്പൈ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ PWD മന്ത്രി CPM മന്ത്രിയാണ്. കൊണ്ടുവരുമോ? ഏതെങ്കിലും മന്ത്രി കൊണ്ടുവരുമോ? അപ്പോൾ അവർ സ്പൈ ആണെന്ന് നമുക്കറിയില്ല. അവർ വ്ളോഗറായിട്ടാണ് അവരെ കൊണ്ടുവന്നത്. അവർ സ്പൈ ആണെന്ന് പിന്നെ അറിഞ്ഞാൽ ആ മാന്യത ആണ് കാണിക്കേണ്ടത്. ആ മാന്യത. കടകംപള്ളി സുരേന്ദ്രൻ അതല്ലല്ലോ. കടകംപള്ളി സുരേന്ദ്രൻ അന്ന് മന്ത്രിയായിരുന്ന ആളല്ലേ, അന്ന് ദേവസ്വം മന്ത്രിയായിരുന്ന ആളാ. പ്രശാന്ത് എന്ന് പറയുന്ന മറ്റേ അന്നത്തെ ദേവസ്വം പ്രസിഡന്റും ഉൾപ്പെടെയുള്ള മെമ്പർമാർ കടകംപള്ളി സുരേന്ദ്രനായിട്ട് ആലോചിക്കാതെ ശബരിമലയിൽ ഇത്രയും നിർണായകമായ ഒരു തീരുമാനം എടുക്കൂല. ആ തീരുമാനത്തിലല്ല അദ്ദേഹത്തിന് പങ്കുണ്ട്. അല്ലെ, ഞാൻ പറയണത് മനസ്സിലാക്കി. കടകംപള്ളിയെ ബന്ധപ്പെടുന്ന പോലെ അല്ലല്ലോ ബാക്കിയുള്ളവരെ ബന്ധപ്പെടും. കടകംപള്ളിയുടെ ഫോട്ടോ അല്ലല്ലോ പ്രശ്നം. അദ്ദേഹം അന്ന് ഉത്തരവാദിത്തപ്പെട്ട പ്രധാനപ്പെട്ട സ്ഥാനത്തിരിക്കുകയായിരുന്നു. അതാണ് പ്രശ്നം. ആർക്ക് വേണമെങ്കിലും പോകാലോ, ഒരു അപ്പോയിന്റ്മെന്റ് എടുത്ത് ആർക്ക് വേണമെങ്കിലും പോകാലോ. അവിടെ എത്ര പേര് പോകും നിങ്ങൾക്ക് തന്നെ അറിയാലോ. എന്തിനാ അതുകൊണ്ടെന്താ? ആർക്ക് വേണേലും പോവാം. എത്ര പേര് ഇവിടെ നിന്ന് പോകുന്നുണ്ട്? നിങ്ങളൊക്കെ പറഞ്ഞിട്ട് തന്നെ എത്ര പേര്? അത് അപ്പോയിന്റ്മെന്റ് കൊടുക്കണ്ടെന്ന് വിചാരിച്ചിരിക്കുന്നവർക്ക് കൊടുക്കൂല. അല്ലാതെ ഒരാൾ വന്നിട്ട് ഒരു സ്പിരിച്വൽ ലൈനിൽ പ്രവർത്തിക്കുന്ന ഒരാൾ വന്ന് കാണണമെന്ന് പറഞ്ഞാൽ കൊടുത്തതാണ്. അതൊക്കെ ഇമ്മെറ്റീരിയൽ ആണ്. ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. അന്ന് എനിക്കറിയില്ല. അത് നിങ്ങൾ KPC പ്രസിഡന്റിനോട് ചോദിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.